ഹായ് എവരി വൺ, വെൽക്കം ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം, ഭിന്നസംഖ്യകൾ തന്നിട്ട് അവ തമ്മിലുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, കൂടാതെ ഭിന്നസംഖ്യകൾ ഇപ്പോൾ കുറച്ച് നമുക്ക് ഭിന്നസംഖ്യകൾ തരും. അപ്പോൾ അവ തമ്മിലുള്ള കമ്പാരിസൺ, അതായത് അതിൽ ലാർജസ്റ്റ് ഏതാണ്, സ്മോളസ്റ്റ് ഏതാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാം. ആദ്യം തന്നെ എന്താണ് ഫ്രാക്ഷൻ എന്നുള്ളത് പഠിക്കാം. നമുക്കറിയാം, കുറച്ച് സംഖ്യകൾ, ഇപ്പോൾ ഒരു 3/4, 6/7, 11/13 അങ്ങനെയുള്ള സംഖ്യകളാണ് നമുക്ക് ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള സംഖ്യകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായ ഒന്നിൻ്റെ ഭാഗങ്ങളാണ് ഫ്രാക്ഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, പൂർണ്ണമായ ഒന്നിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കേക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതൊരു കേക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കേക്കിനെ നമ്മൾ 4 ഈക്വലായിട്ടുള്ള ഭാഗങ്ങളായിട്ട് മാറ്റുവാണ്. അപ്പോൾ 4 ഭാഗമായിട്ട് ഭാഗിക്കുമ്പോൾ ഈ ഒരു പീസ്, ഇതിൽ നിന്നും ഒരു പീസ് നിങ്ങൾക്ക് തരുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ആ ഒരു പീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഭാഗം തരുമ്പോൾ 4ൽ 1 ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടിയത്, അതായത് 1/4. ഓക്കെ, ആ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് നൽകിയത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ സെയിം കേക്കിനെ നമ്മൾ 8ആയിട്ട് ഭാഗിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 8ആയിട്ട് ഭാഗിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിലൊരു 3 ഭാഗമാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഈ പീസ്, ഈ പീസ്, ഈ പീസ്, അങ്ങനെ 3 പീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ എത്ര പീസാണ്? 8 പീസാണ്. അപ്പോൾ ഇതിൽ നിന്നും 3 പീസാണ് നിങ്ങൾക്ക് തരുന്നത്, അതായത് 3/8 എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഈ ഒരു കേക്കിൽ നിന്നും കിട്ടുന്നത്. അതായത് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ടുള്ള ഒന്നിൻ്റെ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം നിങ്ങൾക്ക് തന്നു, അല്ലെങ്കിൽ 2 ഭാഗം നിങ്ങൾക്ക് തന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാർട്സ് ഓഫ് എ ഫ്രാക്ഷൻ, അതായത് ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യയുടെ ഭാഗങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കാം. നമുക്കറിയാം, ഭിന്നസംഖ്യയിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അംശവും ഛേദവും എന്ന് പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അംശം അതുപോലെ തന്നെ ഛേദം എന്ന് പറയുന്ന 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അംശവും ഛേദവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷനിൽ മുകളിൽ കിടക്കുന്ന സംഖ്യ, ഇപ്പോൾ A/B എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കിടക്കുന്ന A എന്ന് പറയുന്നതാണ് അതിൻ്റെ അംശം എന്ന് പറയുന്നത്, അഥവാ ന്യൂമറേറ്റർ എന്ന് പറയും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ B എന്ന് പറയുന്നത് എന്താണ്? താഴെ കിടക്കുന്ന ഈ ഒരു സംഖ്യയെ നമ്മൾ പറയുന്നതാണ് ഛേദം അഥവാ ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 2 സംഖ്യകൾ നോക്കാം. ഇപ്പോൾ 2 സംഖ്യകൾ തരികയാണ്. 3/5 എന്ന് പറയുന്ന ഒരു സംഖ്യ, ഇവിടെ അംശം എന്ന് പറയുന്നത് എന്താണ്? അംശം എന്ന് പറയുന്നത് മുകളിൽ കിടക്കുന്ന സംഖ്യയാണ്, അഥവാ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് നമുക്ക് പഠിക്കാം. അതിലൊന്നാമത്തെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻസ് അഥവാ സാധാരണ ഭിന്നം എന്ന് പറയും. എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സംഖ്യകൾ എക്സാമ്പിളായിട്ട് തരുവാണെന്ന്. 3/5, നെക്സ്റ്റ് 8/11, നെക്സ്റ്റ് 2/7. അപ്പോൾ ഒരു 3 സംഖ്യകളോട് തന്നിട്ടുണ്ട്. ഈ സംഖ്യകളുടെ ഈ ഒരു ഫ്രാക്ഷൻ്റെ പ്രത്യേകത ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ അംശങ്ങൾ നോക്കുമ്പോൾ ഛേദങ്ങളെ അപേക്ഷിച്ച് അംശം എന്ന് പറയുന്നത് ചെറുതാണ്. ഇവിടെ ഫസ്റ്റ് സംഖ്യ 3/5 ആണ്. ഇവിടെ 3 എന്ന് പറയുന്നത് അംശമാണ്, ലെസ് ദാൻ 5 ആണ്. അതായത്
അതായത് അംശം എന്ന് പറയുന്നത് ഛേദത്തിനേക്കാൾ ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ സംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 8/11 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ അംശം എന്ന് പറയുന്നത് 8ആണ്, ഛേദം എന്ന് പറയുന്നത് 11ആണ്. അതായത് 8 എന്ന് പറയുന്നത് 11നേക്കാൾ ചെറുതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അംശം എന്ന് പറയുന്നത് 2ആണ്, ഛേദം എന്ന് പറയുന്നത് 7ആണ്. അപ്പോൾ 2<7 എന്ന് കിട്ടും. അപ്പോൾ ഈ 3 ഫ്രാക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ അംശം എന്ന് പറയുന്നത് ഛേദത്തിനേക്കാൾ ചെറുതായിരിക്കും. അതായത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്തരം ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻസ് അഥവാ സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫ്രാക്ഷൻസിൻ്റെ ഉത്തരം എപ്പോഴും 1നേക്കാൾ ചെറുതായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3/5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? 3/5 എന്ന് പറയുമ്പോൾ അപ്പോൾ 3ൽ പോവില്ല 5. അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇട്ടു, 30ൽ 6 തവണ പോവും, 5 × 6 30. അപ്പോൾ പോയിൻ്റ് 6 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഈ പ്രോപ്പർ ഫ്രാക്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈപ്പിലോട്ട് പോവാം. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് അഥവാ വിഷമ ഭിന്നം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നേരത്തെ സാധാരണ ഭിന്നം പഠിച്ചു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് വിഷമ ഭിന്നം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ? അവിടെ നമ്മൾ പഠിച്ചു അംശം ചെറുതാണെന്ന് പഠിച്ചു, ഛേദം വലുതാണെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? അംശം എന്ന് പറയുന്നത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ കുറച്ച് സംഖ്യകൾ എടുത്ത് നോക്കാം. 8/3, 17/2, 9/4. ഈ 3 ഫ്രാക്ഷൻസ് നമ്മളിവിടെ നോക്കുവാണ്. ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 8ആണ്, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3ആണ്. അപ്പോൾ 8 ഗ്രേറ്റർ ദാൻ 3 എന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫ്രാക്ഷൻ എടുക്കുമ്പോൾ 17 ആണ് ഇവിടെ ന്യൂമറേറ്ററായിട്ട് വരുന്നത്, ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 2. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ 9 എന്ന് പറയുന്നത് ന്യൂമറേറ്ററാണ്, അത് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ 4ആണ്. അപ്പോൾ ഇവിടെ എല്ലാത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് അംശം എന്ന് പറയുന്നത് ഛേദത്തിനേക്കാൾ വലുതായിരിക്കും. അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നമ്മൾ പറഞ്ഞു 1നേക്കാൾ ചെറുതായിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇത് എപ്പോഴും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 8/3 ആണ്. അപ്പോൾ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 തവണ പോകും, 2 × 3 6 എന്ന് കിട്ടും, ബാലൻസ് 2 എന്ന് കിട്ടും. പിന്നെ 2ൽ പോവില്ല, നമ്മൾ പോയിൻ്റ് എടുത്ത് എഴുതി, അപ്പോൾ 2 പോയിൻറ്റ് സംതിങ് അങ്ങനെ കിട്ടും. അപ്പോൾ അതായത് 1നേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും ഇത്തരം ഫ്രാക്ഷൻസിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മിക്സഡ് ഫ്രാക്ഷൻസ് അഥവാ മിശ്ര ഭിന്നം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഫ്രാക്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കാം. 5 2/11, 3 4/8, 7 11/5. 3 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പൂർണ്ണ സംഖ്യയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷനും കൂടെ വന്നിട്ടുണ്ട്, കണ്ട? ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പൂർണ്ണസംഖ്യയുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു പൂർണ്ണസംഖ്യയുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യ അഥവാ ഒരു വോൾ നമ്പറും അതിൻ്റെ കൂടെ ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടി വരും. അപ്പോൾ ഇത്തരം ഫ്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച്
ഫ്രാക്ഷൻസിൻ്റെ ടൈപ്പും കൂടിയും പഠിക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ലൈക്ക് ഫ്രാക്ഷൻസ്, ഇപ്പോൾ ഈ 3 പഠിച്ചതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രാക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ 2/5, 4/5, 11/5, 9/5. ഇവിടെ ഡിനോമിനേറ്ററൊക്കെ സെയിം ആണ്, 5 എല്ലാ കേസിലും വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം ഫ്രാക്ഷൻസിനെ, സെയിം ഡിനോമിനേറ്റർ ആയിട്ടുള്ള അത്തരം ഫ്രാക്ഷൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ലൈക്ക് ഫ്രാക്ഷൻസ് പഠിച്ചു. അപ്പോൾ നമുക്ക് അൺലൈക്ക് ഫ്രാക്ഷൻസും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. അപ്പോൾ അവിടെ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ആയിരിക്കും അൺലൈക്ക് ഫ്രാക്ഷൻസിൽ വരുന്നത്. അതായത് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എന്തൊക്കെ കൊടുക്കാം? 2/3, 3/4, 5/8. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസ് എല്ലാം എന്താണ്? അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പും കൂടി പഠിക്കാനുണ്ട്, ഇക്വലൻ്റ് ഫ്രാക്ഷൻസ്. ഇക്വലൻ്റ് ഫ്രാക്ഷൻസ്, ഇവിടെ സെയിം വാല്യൂ ഡിഫറെൻറ്റ് ഫോം ആയിരിക്കും. അതായത് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ, ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2/4 എന്ന് എഴുതാൻ പറ്റും. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? 4/8 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് വന്നത്? ഇപ്പോൾ 2/4 എന്ന് പറയുന്നത് 2നെ നമുക്ക് 4ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു തവണ പോകും. അത് തന്നെയാണ് ഇപ്പോൾ 1/2ന് ഈക്വലായിട്ട് തന്നെയാണ് ഇതും കിട്ടിയത്. അതുപോലെ തന്നെ ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 4 8ൽ 2 തവണ പോകും. ഓക്കെ, അപ്പോൾ 1/2 എന്ന് തന്നെയാണ് കിട്ടിയത്. അതായത് ഡിഫറെൻറ്റ് ഫോമിലായിരിക്കും അവ കിടക്കുന്നത്, പക്ഷേ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ അത്തരം ഫ്രാക്ഷൻസിനെയാണ് ഇക്വലൻ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് പഠിച്ചു. നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻസിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. അതായത് ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്, 1-2 ഫ്രാക്ഷൻസ് തന്നിട്ട് അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ ഫ്രാക്ഷൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതിൽ വലിയ ഫ്രാക്ഷൻ ഏതാണ്, അതുപോലെ തന്നെ ചെറിയ ഫ്രാക്ഷൻ ഏതാണ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക, ഡിക്രീസിങ് ഓർഡറിൽ എഴുതുക, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്